ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഹരിയാലി ചിക്കൻ. പലരും ഇതിനെ കരിങ്കാലി ചിക്കൻ എന്ന് വിളിക്കാറുണ്ട്. ഇത് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചത്. വീഡിയോയുടെ അവസാനം നോക്കാം ഇത് കരിങ്കാലി ആവോ ഹരിയാലി ആവോ. ഞാനിങ്ങനെ വലിയ കുക്കൊന്നും അല്ലെങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന ഐറ്റത്തിൽ എനിക്ക് കുറച്ചധികം ഇഷ്ടമുള്ളതാണ് ഈ ഹരിയാലി ചിക്കൻ. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കണമെന്ന് നോക്കാം. അതിന് ഈ ചിക്കൻ കഴുകി ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബേസിനിലേക്ക് ഇനി നമ്മൾ തൈര് എടുത്തിട്ടുണ്ട്. തൈര് ഇതിലേക്ക് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പിടുന്നുണ്ട്. ചിക്കനിലേക്ക് നമ്മൾ ആദ്യം തൈര് ഒഴിച്ചു, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പിട്ടു. ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം കിട്ടാൻ നല്ല ഉറക്കമായതിനേക്ക് സമയമായിട്ടുണ്ട്. പിന്നെ ചേട്ടൻ്റെ ഇവിടെ ക്യാമറയ്ക്ക് പിന്നിൽ പോകും. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഗ്രീൻ പേസ്റ്റ് തയ്യാറാക്കി എടുക്കണം. അതിനാവശ്യമായത് മിൻറ്റ് ലീവ്സ്, കൊറിയൻഡർ ലീവ്സ്, പച്ചമുളക്, പിന്നെ സവാള നമ്മൾ എണ്ണയിൽ വറുത്ത് വെച്ചിട്ടുണ്ട്, കാഷ്യൂ നട്ട്. ഇനി ഇത്രയും നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഗ്രീൻ പേസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ ചിക്കനിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യക്കൊട്ട ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ്. അവിടെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പോയി മുടിയൊക്കെ മുട്ട അടിച്ചു. ഞങ്ങൾ 1 വയസ്സായിട്ട് മുട്ട അടിക്കാന്ന് കരുതി ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ മുട്ട ബോസായിട്ടിരിക്കുക. നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പെരുംജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിത് മുഴുവൻ പെരുംജീരകം പൊടിച്ചെടുത്തതാണ് വീട്ടിൽ. നമ്മളിപ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ടു, ഉപ്പിട്ടു, ഗരം മസാല ഇട്ടു, പെരുംജീരകപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് നേരം അടച്ചു വെക്കുന്നുണ്ട്.
പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു 5 മിനിറ്റ് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഗ്രേവിയൊക്കെ ഇങ്ങനെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നതാട്ടോ പരുവം. അങ്ങനെ ഹരിയാലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടിയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ചെറിയൊരു കുക്കിംഗ് വ്ളോഗായിരുന്നു. പിന്നെ ചിക്കൻ കരിങ്കാലി ആയിട്ടില്ല, ഹരിയാലി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.